വെൽക്കം ടു ജോൺസൺസ് വേൾഡ്. ഞാൻ ഇന്നോട് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റോടുകൂടി എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റായിട്ട് എളുപ്പത്തിലൊരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം വെളിച്ചെണ്ണയിൽ കിടന്ന്. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട് പേസ്റ്റാക്കിയത്. 2 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളിയുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്ത് 1 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഞാനിവിടെ 3 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള എളുപ്പത്തിൽ വഴണ്ട് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ 2 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ. മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് എരിവ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയും ചെയ്യാം. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഈ പൊടികളെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലേവർ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു 1 ടീസ്പൂണോ 2 ടീസ്പൂണോ മതിയാകും. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ കഷ്ണങ്ങൾ നികപ്പ ഒഴിച്ചാൽ മതിയാകും. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി പാകത്തിന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ കറിവേപ്പില ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. കറിവേപ്പില ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴറ്റുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.